കരുതുന്ന ദൈവം കൂടെയുണ്ട്. പുലർത്തുന്ന താതൻ ചാരയുണ്ട്. കരുതുന്ന ദൈവം കൂടെയുണ്ട്. പുലർത്തുന്ന താതൻ ചാരയുണ്ട്. ഭയമില്ലതെല്ലോ പതറില്ല ഞാൻ, കുലുങ്ങുകില്ല ഞാൻ, തകരുകില്ല. ഭയമില്ലതെല്ലോ പതറില്ല ഞാൻ, കുലുങ്ങുകില്ല ഞാൻ, തകരുകില്ല. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. കരുതുന്ന ദൈവം കൂടെയുണ്ട്. പുലർത്തുന്ന താതൻ ചാരയുണ്ട്. ആരും സഹായം ഇല്ലാത്ത നേരം, ആരും ആശ്വാസം തന്നിട നേരം. ആരും സഹായം ഇല്ലാത്ത നേരം, ആരും ആശ്വാസം തന്നിട നേരം. അവിടുത്തെ വചനം എൻ വെളിച്ചം, നടത്തേണേ നാഥ അന്ത്യത്തോളവും. അവിടുത്തെ വചനം എൻ വെളിച്ചം, നടത്തേണേ നാഥ അന്ത്യത്തോളവും. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. കരുതുന്ന ദൈവം കൂടെയുണ്ട്. പുലർത്തുന്ന താതൻ ചാരയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഇൻക്രീസ് മോർ ആൻഡ് മോർ. അധികം അധികം വർദ്ധിച്ചു വരുവിൻ. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഈ ദിനത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ആരോഗ്യത്തോടെ തിരുസന്നിധിയിൽ വീണ്ടും കൂട്ടുവരുത്തിയതിനായി നന്ദി പറയുന്നു. ആത്മാവൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നതിനായി നന്ദി. ആമേൻ. ഇൻക്രീസ് മോർ ആൻഡ് മോർ. അധികമധികം വർദ്ധിച്ചു വരുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 16. And of his fullness have all we received, and grace for grace. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ട കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. ഒന്നാമതായി നാം വർദ്ധിച്ചു വരേണ്ടത് കൃപയിൽ വർദ്ധിക്കണം. കുറിവാക്യം നമ്മൾ വായിച്ച് കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 1:16. അവിടുത്തെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നാം നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ദൈവകൃപയാൽ മാത്രമാണ്. ആ കൃപയില്ലെങ്കിൽ നമുക്ക് ഒരടി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ച് കിട്ടിയത് ദൈവകൃപയാൽ ആണ്.
രക്ഷയുടെ ആധാരം ദൈവകൃപയാണ്. ആത്മീയമായ വളർച്ചയും കൃപയാലാണ് പ്രാപിക്കുന്നത്. മനുഷ്യന്റെ വ്യർത്ഥമായ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഒരു ഫലവും തരത്തില്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കൃപ തരുവാൻ ദൈവം ശക്തനാണ്. ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേക കാഴ്ച നേർച്ചകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓരോരോ സീസണാകുമ്പം നേർച്ചകളുടെയും കാഴ്ചകളുടെയും ഒരു ഒഴുക്കാണ്. ദൈവവചനത്തിന്റെ അജ്ഞത മൂലം ജനം വിശ്വസിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ മോക്ഷം, പ്രത്യേക അനുഗ്രഹം, വലിയ വിടുതൽ ഒക്കെ ഉണ്ടാകും എന്നാണ്. വ്യർത്ഥമായിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് തരാമെന്ന് ദൈവവചനത്തിൽ ഒരിടത്തുമില്ല. മേൽക്കുമേൽ കൃപ പ്രാപിപ്പാൻ കൃപയുടെ ഉടയവനിലേക്ക് കടന്നു വരണം. കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കൃപ നൽകാൻ സാധിക്കുകയുള്ളൂ. മരിച്ചുപോയവരാർക്കും നമ്മൾ ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധ്യമല്ല. മതം മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുകയാണ്, ചതിച്ചു വെച്ചിരിക്കുകയാണ്. എബ്രായലേഖനം 4:16 ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുമുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഹല്ലേലൂയ. ഇടച്ചുമരിടിച്ചു മാറ്റി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടന്നു ചെല്ലാൻ ആരുടെയും മധ്യസ്ഥം ആവശ്യമില്ല. ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് നാം വർദ്ധിച്ചു വരേണ്ടത് ദൈവസ്നേഹത്തിൽ വർദ്ധിക്കണം. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം എന്ന് ഫിലിപ്പിയർ 1:9 നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മിൽ സ്നേഹത്തിന്റെ നിറവുണ്ടാകണം. അത് നിറഞ്ഞു കവിഞ്ഞു ഒഴുകണം. ഈ സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ആ സ്നേഹം നിഗളിക്കുകയോ ചീർക്കുകയോ അയോഗ്യമായത് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവമക്കളെ സ്നേഹിക്കണം. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ അവ നമ്മിൽ വിരസത ഉണ്ടാക്കുകയില്ല. ഈ ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരു ആരാധനയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സ്പിരിച്വൽ ഡ്രൈനെസ് എന്ന് പറയും. ആത്മീയ ഡ്രൗട്ട്, ആത്മീയ വരൾച്ച. ഈ ആത്മീയ വരൾച്ച അനുഭവപ്പെടുമ്പോഴാണ് ആരാധനയിൽ മടുപ്പ് ഉണ്ടാകുന്നത്. ദൈവസ്നേഹത്താൽ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ എന്നും ലെബനോനിലെ ദേവദാരു പോലെ പച്ചയായി നിലകൊള്ളും. മൂന്നാമതായി നാം വർദ്ധിച്ചു വരേണ്ടത് ആരാധനയിൽ വർദ്ധിച്ചു വരണം. നാം ദൈവത്തെ അതിജാഗ്രതയോടെ ധ്യാനിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ആരാധന എങ്ങനെയാണ്? നാം ആരാധനയിൽ വർദ്ധിച്ചു വരുന്നുവോ അതോ ശോഷിച്ചു പോയോ? വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതിയതായി നാം വായിക്കുന്നു. വെളിപ്പാട് 3:1-2. ജീവനുള്ളവനെന്ന് നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, തന്നെത്താൻ ശോധന ചെയ്യുക. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആരാധനയ്ക്ക് പോകാൻ മടുപ്പുണ്ടോ? ആരംഭശൂരത്വമായിരുന്നു. ആവശ്യം വരുമ്പോഴല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അതെന്നും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഉയരേണ്ടതാണ്. എന്ത്? ആരാധന. 71 സങ്കീർത്തനം 14 എന്താ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാം. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. സമയത്തും അസമയത്തും എല്ലാ കാലത്തും ഞാൻ യഹോവയെ പാടി സ്തുതിക്കും. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത്, സകല ശുശ്രൂഷകളെ ഓർത്ത്, മരണത്തിൽ നിന്ന് വിടുവിച്ചതിനെ ഓർത്ത്, രോഗസൗഖ്യം തന്നതിനെ ഓർത്ത്, ഇങ്ങനെയുള്ള അനേകം കൃപകളെ എണ്ണി പറഞ്ഞ് ദൈവത്തെ നാം സ്തുതിക്കണം. കാരണം സ്തുതികളിൽ വസിക്കുന്നവനാണ്. സ്തുതികളിൽ നാം വർദ്ധിച്ച് വരണം. നാലാമതായി നാം വർദ്ധിച്ചു വരേണ്ടത് വചനത്തിൽ വർദ്ധിക്കണം. വചനമാകുന്ന മന്ന അനുദിനം ഭക്ഷിച്ച് ആത്മീയ ശക്തിയിൽ വർദ്ധിച്ചു വരണം. വചനമാകുന്ന പാൽ ഒരു സമീകൃത ആഹാരമാണ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് വചനം. വചനം ദൈവമാണ്.
യേശുക്രിസ്തു ആകുന്ന ദൈവത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 13 തിരുവചനത്തിൽ യേശുവിൻ്റെ മറ്റൊരു പേര് ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ, യേശു, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. ചിലരൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ആദ്യം സഭയാണുണ്ടായത്, പിന്നീടാണ് ബൈബിൾ ഉണ്ടായെന്നാണ്. എന്നാണാവോ ഇനി ഇത് തിരുത്തി പഠിപ്പിക്കാൻ പോകുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:1 ശ്രദ്ധിക്കണേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ആദ്യം സഭയാണോ ഉണ്ടായത്, ബൈബിളാണോ ഉണ്ടായത്? സ്തോത്രം. വചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കല്ലേ മനുഷ്യ. നാം ഇന്ന് കാണുന്ന ഈ ബൈബിൾ ഇതേപോലെ ക്രോഡീകരിച്ച് ലഭിച്ചത് സഭയിൽ നിന്ന് ചില വിശുദ്ധരെ ആത്മാവ് എടുത്ത് ഉപയോഗിച്ചപ്പോഴാണ് നാം വാക്യം പ്രതിവാക്യമായിട്ടൊക്കെ ബൈബിൾ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആധികാരികത ഭൂമിയിൽ ഒരു സഭയുടെ കയ്യിലും കർത്താവ് കൊടുത്തിട്ടില്ല. 40 വ്യക്തികളെ എടുത്ത് ദൈവം തിരുവചനം എഴുതി ആലോചന പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആധികാരികത മനുഷ്യർക്കല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിനാണ്. ബൈബിളിൻ്റെ ഓതർ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വചനത്തിൽ കൂടിയാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഒരു കാര്യത്തിലും തളരേണ്ട. എല്ലാറ്റിനും വചനത്തിൽ മറുപടിയുണ്ട്. അതിനാൽ വചനത്താൽ ആത്മീയ വർധന ഉള്ളവരാകുവിൻ. ആ വചനം നമ്മിൽ നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരട്ടെ. ഒരു സ്പോർട്സ് താരം തൻ്റെ ആ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസിലൂടെ ലഭിക്കുന്ന പണം ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തെന്നറിയാം? ബൈബിൾ വാങ്ങിച്ചിട്ട് അത് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ദൈവവചനം ലോകത്തിൻ്റെ നാനാഭാഗത്തും പരത്തുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ലെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ദൈവവചനത്തെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കരുത്. ബൈബിൾ 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 എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ഈ തിരുവചനത്തെക്കുറിച്ച് അവജ്ഞയോടെ ക്രിസ്ത്യാനി നീ നിന്റെ അഹങ്കാരം കാണിക്കരുത്. ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഈ തിരുവചന അടിസ്ഥാനത്തിലാണ്. 5-ാമതായി നാം വർദ്ധിച്ചു വരേണ്ടത് ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 22 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ബൈബിളിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനായി ബൈബിൾ വായിച്ചു തുടങ്ങി. അവസാനം താൻ നേരത്തെ നിന്ന ആ മതം പൂർണ്ണമായി തെറ്റാണെന്ന് മനസ്സിലാക്കി ബൈബിൾ മാത്രമാണ് സത്യമെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. നാൾക്കുനാൾ ദൈവിക ശക്തിയിൽ വർദ്ധിച്ചു വരുന്ന പൗലോസ് എങ്ങനെ ആഹ്വാനം ചെയ്യുന്നു? എഫെസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. യെസ്, അത് മാത്രമാണ് നമുക്ക് ബലം നൽകുന്നത്. ഇന്നത്തെ ലോകത്തിലെ സകല വെല്ലുവിളികളെയും പരീക്ഷകളെയും തിന്മകളെയും ക്രൂരതകളെയും ഒറ്റപ്പെടുത്തലുകളെയും നേരിടണമെങ്കിൽ അനുദിനം കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുന്ന ഒരൊറ്റ കുഞ്ഞും ഈ പെന്തക്കോസ് അനുഭവത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല. പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. സ്തോത്രം. അത് അവജ്ഞയോടെ കാണേണ്ട ഒരു കാര്യമല്ല, ഒരു 2ാം തരം ആയിട്ട് കാണേണ്ട കാര്യമല്ല. 6-ാമതായി നാം വർദ്ധിച്ചു വരേണ്ടത് തേജസ്സിൽ ശക്തിപ്പെടണം. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. യേശുവിൻ്റെ തേജസ്സിനോട് അനുരൂപരാകണം. 2 കൊറിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പുറമേയുള്ള മനുഷ്യനെ ശോഷിപ്പിച്ച് അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തണം. കർത്താവിനെ മുഖാമുഖമായി കാണുവാനുള്ള തേജസ് നാം പ്രാപിക്കും. അങ്ങനെ നിത്യ തേജസ്സുള്ളവരായി മാറണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ തേജസ്സുള്ളവരായി മാറണം. കർത്താവിൻ്റെ തേജസ് നമ്മിൽ വസിച്ചാൽ നാം തേജസ്സിൽ വർദ്ധിച്ചു വരും. അപ്പോൾ
വളരെയേറെ നിക്ഷേപങ്ങളും നിത്യ തേജസ്സുള്ള സ്വർഗരാജ്യത്തിന് നാം അവകാശികളായി മാറും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:17-18 വചനം വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു പുതിയ ദിനം കൂടെ തന്നതിനായി നന്ദി. ആത്മാവാം ദൈവമേ, ഞങ്ങൾക്കായി വിളമ്പിത്തന്ന തിരുവചന മന്നയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുദിനം അവിടുത്തെ കൃപയിൽ വർദ്ധിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ആത്മാവന്തിയും ഞങ്ങൾ സഹായിക്കുന്നതിനായി നന്ദി. തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ ആത്മാവന്തിയുമേ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ പ്രവർത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ സകല സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മക്കളെ വിടുവിക്കണമേ. സകല ദുഷ്ടശക്തിയുടെ കെണികളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. തലമുറകൾ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ സന്തോഷിച്ച് തിരുവചനത്തിന് വേണ്ടി ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹിതർ സ്നേഹം നൽകാത്ത നേരം, തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം, സ്നേഹിതർ സ്നേഹം നൽകാത്ത നേരം, തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം, പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ യേശുവിലെന്നും എന്നാശ്രയം. പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ യേശുവിലെന്നും എന്നാശ്രയം. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. കരുതുന്ന ദൈവം കൂടെയുണ്ട്, പുലർത്തുന്ന താതൻ ചാരയുണ്ട്. ഭയമില്ലതെല്ലോ, പതറില്ല ഞാൻ, കുലുങ്ങുകില്ല ഞാൻ, തകരുകില്ല. ഭയമില്ലതെല്ലോ, പതറില്ല ഞാൻ, കുലുങ്ങുകില്ല ഞാൻ, തകരുകില്ല. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. ബലം വേണം നാഥ, കൃപ വേണം നാഥ, മരുവിൽ ഓട്ടം തികച്ചിടുവാൻ. കരുതുന്ന ദൈവം കൂടെയുണ്ട്, പുലർത്തുന്ന താതൻ ചാരയുണ്ട്.